സമയം രാവിലെയാണേ. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. കണ്ണൂരിലെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഫുഡ് സ്പോട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. പണ്ട് ഉച്ചക്കും വൈകുന്നേരവും രാത്രിയെല്ലാം ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ പോവാറുണ്ട് എങ്കിലും ഇപ്പം കഴിഞ്ഞ ഒരു 5, 6 വർഷമായിട്ട് വളരെ കുറവാണ് ഞാനിവിടെ പോകല്. വേറൊന്നും കൊണ്ടല്ല, ഇവിടുന്ന് ലാസ്റ്റ് 2, 3 തവണ കഴിച്ച ആ മട്ടണെല്ലാം ഭയങ്കര ഉറപ്പേനു. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാനിവിടെ പിന്നെയും പോയി. രാവിലെ തന്നെ ആയതുകൊണ്ട് ഒരുപാട് ഹെവി ആയിട്ടൊന്നും കഴിക്കുന്നില്ലേ. 2 കഷ്ണം പുട്ട് പറഞ്ഞ്, പിന്നെ ഒരു പ്ലേറ്റിൽ ചെറുപയർ കറി പറഞ്ഞ്, പിന്നെ ഒരു ഫുൾ മട്ടൻ കറിയും പറഞ്ഞിട്ടുണ്ട്. ഇത്ര മാത്രമേ കഴിക്കുന്നുള്ളൂ. ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു മട്ടൺ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഈടുന്ന് കഴിക്കുന്നത്. ലാസ്റ്റ് ടൈമെല്ലാം ഇവിടുന്ന് കഴിച്ചതിന് ഭയങ്കര ഉറപ്പേന് മട്ടൺ. അതിങ്ങനെ പറിച്ചെടുക്കുമ്പോഴത്തേക്കും കറിയെല്ലാം തൊട്ടപ്പുറത്തുള്ള ആളെ കയ്യിലെല്ലാം തെറിച്ചു പോയി. അതെല്ലാം കൊണ്ടാണ് പിന്നെ ഞാനിവിടെ വരാണ്ടിരുന്നത്. പക്ഷേ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് മട്ടണിലായിട്ട് നല്ല നാടൻ ഫ്ലേവറിലെ മട്ടൻ്റെ കറി, മട്ടൻ ചാപ്സാണ്. അത് കഴിച്ചിട്ട് മൊബൈലിൽ നോക്കി ചെറിയൊരു ഏമ്പക്കലും വിട്ടിട്ട് ആടെ ഇരിക്കുമ്പോഴാണ് ആ റോബസ്റ്റേൻ്റെ കൊല എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടെ. പിന്നെ ഒരു 2 റോബസ്റ്റ പഴവും വാങ്ങി, ഒരു പ്ലേറ്റ് ഉപ്പുമാവും വാങ്ങിച്ചു കേട്ടോ. എന്നിട്ട് കുറച്ച് ചെറുപയർ കറിയെല്ലാം ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ ഉപ്പുമാവും ചെറുപയർ കറിയും റോബസ്റ്റ പഴവും എല്ലാം കൂടെ കൂട്ടി കുഴച്ച് കഴിച്ചിട്ട് ഒരു ഗ്ലാസ് ചായയും. എല്ലാത്തിനും കൂടി ആയത് ഏകദേശം 400 റുപ്യാണേ. ഫുൾ മട്ടൻ ചാപ്സിന് 300 റുപ്യ, ഹാഫിന് 150 റുപ്യ. അപ്പോൾ ഈ സ്പോട്ട് നമ്മളെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള പേരൊന്നുമില്ലാത്ത ഈ ഉണക്കം ഭാരതിയാണ്. അങ്ങനെ പിന്നെ നേരം പുലരുമ്പാടുന്ന് ഇറങ്ങി. എന്നിട്ട് ഉച്ചവരെ കുറച്ച് തിരക്കിട്ട ചില പരിപാടികൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നേ. അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് സമയം ഒരു 1 മണി 1:30 ആയിന്. ഒരു ബ്രോയിലർ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് കുറേ ആയി. എന്നാൽ പിന്നെ ഇന്നൊരു ബ്രോയിലർ ചിക്കൻ ബിരിയാണി കഴിച്ചാളിയാന്ന് വിചാരിച്ചിട്ട് ഞാനും വേറെ ഒരാളും കൂടെ ഇവിടെ കയറി. എന്നിട്ട് ഞാനൊരു ഫുൾ ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിച്ചത്. എൻ്റെ കൂടെയുള്ള ആളൊരു ഹാഫാണ് വാങ്ങിച്ചത്. ഈ ബിരിയാണി എന്നിട്ട് ഞാൻ എൻ്റെ രീതിയിൽ കഴിക്കാൻ തുടങ്ങിയ. ഇത് കഴിച്ചു നോക്കിയാലോ. പണ്ട് പണ്ട് എന്ന് പറയുമ്പോൾ ഒരു 18 വർഷം, ഒരു 18 വർഷം മുൻപേ ഞാൻ കഴിച്ച് മറന്ന ഒരു ബിരിയാണി ഉണ്ട്. ആ ഒരു ബിരിയാണീൻ്റെ ഫ്ലേവർ എക്സാക്ട്ലി ആ ഫ്ലേവർ ആണെന്ന് പറയുന്നില്ല, പക്ഷേ അതിനെ ഓർമ്മിപ്പിക്കുന്ന എന്തെല്ലോ ഇതിൻ്റെ അകത്ത് ഉണ്ടേനും കേട്ടോ. എനിക്ക് തോന്നുന്നു അങ്ങോട്ട് തന്നെയാണ് ഇവരെ പോക്കുന്ന്. ബിരിയാണി റൈസെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ശരിക്ക് വിട്ട് വിട്ട് നിൽക്കുന്നുണ്ടേനും നല്ല സോഫ്റ്റ് വേണം. പക്ഷേ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കഴിച്ച മറ്റേ ബിരിയാണി ഉണ്ടല്ലോ, അത് വേറൊരു സംഭവമാണ് കേട്ടോ. അത് ഞാൻ കഴിച്ചത് നമ്മളെ പഴയ MVK ഇല്ലേ, SM പാർക്ക് റോഡിലല്ലേ, ആ MVK നയിച്ച ബിരിയാണീനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇതും അവർ തന്നെ വേറൊരു റെസ്റ്റോറൻ്റാണ്. ഇവിടുന്ന് അവസാനം ഞാനൊരു അടിപൊളി ഓറഞ്ച് ജ്യൂസ് കുടിച്ചു, ഞാൻ ഫ്രഷ്. അതൊരു രക്ഷയുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇത് അവരൊരു പുതിയ റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട് നമ്മളെ തളാപ്പിൽ, AKG ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞാനും ചങ്ങായി അവിടെ നിന്ന് ഇറങ്ങി. ചങ്ങായിൻ്റെ വഴിക്ക് പോയി. ഞാൻ നേരെ ഒന്ന് തളിപ്പറമ്പിലേക്ക് പോയി. ചെറിയൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഷൂട്ടെല്ലാം കഴിയുമ്പോഴത്തേക്ക് സമയം ഒരു 8 മണി 8:15 ആയിനെ. ഭയങ്കരമായ വിശപ്പ് പിന്നെയും വരുന്ന പോലെ തോന്നിയരോ. ഞാൻ പിന്നെയും ഫുഡ് കഴിക്കാൻ കയറി. നല്ലോണം വിശന്നിട്ട് കഴിച്ചാലേ ഞാൻ വല്ലാണ്ട് ഫുഡ് കഴിച്ചു. അതുകൊണ്ട് പലപ്പോഴും ഞാൻ വിശപ്പ് തുടങ്ങുമ്പോൾ തന്നെ ലൈറ്റായിട്ട് കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ കയറിയിട്ടുള്ളത്. ഈടെ ഒരു ചെറിയ നോമ്പ് തുറക്കിയിട്ടുണ്ട്. അത് ശരിക്കും 6:45 7 മണിൻ്റെ ആ സമയത്താണ് കഴിക്കണ്ടേ. പിന്നെ നമുക്ക് അങ്ങനത്തെ സമയമൊന്നുമില്ലല്ലോ. അങ്ങനെ ഞാനും അത് ഓർഡർ ചെയ്ത് 249 റുപ്യക്ക് കിട്ടും ഒരു മുഹമ്മദ് ഖാ ഷർബത്ത്, പിന്നെ ചിക്കൻ്റെ ഒരു കബാബ് പോലത്തെ, പിന്നെ ഒരു ചിക്കൻ്റെ റാപ്പ്, ലേശം ഡ്രൈ ഫ്രൂട്ട്സും കട്ട് ഫ്രൂട്ട്സ് ഉണ്ടാവും. ഇത് മുഹമ്മദ് ഖാ ഷർബത്ത്. അപ്പോൾ അതെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇവിടുന്ന് ഒരു സ്റ്റേക്ക് ഓർഡർ ചെയ്തു. അപ്പോൾ ഈ സ്റ്റേക്കിൻ്റെ പ്ലേറ്റിൽ വരുന്നത് ഒരു പോർഷൻ മാഷ് പൊട്ടാറ്റോ ഉണ്ട്, പിന്നെ കുറച്ച് സോട്ടഡ് വെജീസ് ഉണ്ട്, പിന്നെ ചിക്കൻ ബ്രസ്റ്റും ഉണ്ട്. അതിൻ്റെ അകത്ത് ആ ചിക്കൻ ബ്രസ്റ്റിൻ്റെ മേലെയുള്ള സോസ് ലേശം കുറക്കാൻ ഞാൻ അവനോട് പറഞ്ഞു. പക്ഷെ അവൻ കുറച്ച പോലെ തോന്നുന്നില്ല അത് കണ്ടിട്ട്. പോട്ടെ. പിന്നെ അത് മുറിച്ച് തിന്നാനായിട്ട് ഇതിൻ്റെ അകത്ത് ഒരു പീശാത്തിയാലും വെച്ചിട്ടുണ്ട്, പിന്നെ ഫോർക്കുണ്ട്. ആ പീശാത്തിനെ കൊണ്ട് ചിക്കൻ ബ്രസ്റ്റാടെ മുറിച്ചാടെ വെച്ച്, എന്നിട്ട് ഈ മാഷ് പൊട്ടാറ്റോ ഉണ്ടല്ലോ, അത് ഈ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ കോരിയെടുത്തിട്ട് ലേശം ആ ചിക്കൻ ബ്രസ്റ്റിൻ്റെ മേലെ ആക്കിയിട്ട് ഇങ്ങനെ തായനെ ഇങ്ങനെ കോരിയെടുത്തിട്ട് കഴിച്ചു നോക്കിയേ. സാധാരണ നിങ്ങൾ കഴിക്കുന്ന ഒരു ചിക്കൻ സ്റ്റേക്കിൻ്റെ ഫ്ലേവർ എക്സ്പെക്റ്റ് ചെയ്തിട്ട് ഇത് കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളൊന്ന് ഡിസപ്പോയിൻറ്റഡ് ആവുമോ എന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. കാരണം അങ്ങനത്തെ ഒരു ഫ്ലേവറല്ലേ ഉണ്ട്. ഇവിടെ അങ്ങനെ മഷ്റൂം സോസൊന്നും ഇതിൻ്റെ അകത്ത് അങ്ങനെ വരുന്നില്ല കേട്ടോ. പൊതുവേ കഴിക്കുന്ന ചിക്കൻ സ്റ്റേക്കിൽ ആ മഷ്റൂം സോസിൽ ഉണ്ടാവുമല്ലോ. ഇവിടെ കുറച്ചും കൂടെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള പോലത്തെ ഒരു സോസ്, അതായത് ഏകദേശം നമ്മളൊരു 1000 അലൻ സോസിൻ്റെ എല്ലാം ഫ്ലേവർ പോലെ തോന്നിപ്പിക്കുന്ന ഒരു ടൈപ്പ് പോലെ എനിക്ക് തോന്നി. അത് മെല്ലെ കഴിക്കുന്നതിൻ്റെ ഇടയിലാണ് എനിക്ക് സെർവ് ചെയ്യുന്ന ചങ്ങായി വന്നിട്ട് എന്നോട് ചോദിച്ചത് ഹലീം എടുക്കട്ടെ എന്ന്. ഞാൻ ചോദിച്ചു എങ്ങനെ ഹലീം അടിപൊളിയാണോന്ന്. ഓൻ പറഞ്ഞു ഭയങ്കരമാണെന്ന്. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ എടുത്തോന്ന്. ഓൻ പറഞ്ഞു മട്ടനാണ്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന്. അങ്ങനെ ഹലീമും കഴിച്ചു നോക്കിയാൽ 450 റുപ്യാണ് ഈ ഹലീമിൻ്റെ റേറ്റ്. ചെറുനാരങ്ങ പിഴിയാൻ മറന്നുപോയി ആദ്യം. എന്നിട്ട് രണ്ടാമത് ചെറുനാരങ്ങയും നല്ലോണം പിഴിഞ്ഞിട്ട് ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്തിട്ട് കോരി എടുത്തിട്ട് കഴിച്ച് ഭയങ്കര ടേസ്റ്റ്. അങ്ങനെ അത് മുഴുവൻ കഴിച്ച് പിന്നെ ഒന്ന് തണുപ്പിക്കാനായിട്ടൊരു വിത്തൗട്ട് പോമോഗ്രാനൈറ്റ് ജ്യൂസും കുടിച്ചിട്ട് ഞാൻ ആടുന്ന് ഏകദേശം ഇറങ്ങി കേട്ടാ. അപ്പോൾ ഈ സ്പോട്ട് നമ്മളെ തളിപ്പറമ്പ് ടൗണിലുള്ള ലോലിനോ ആണേ. ഇതാ ഈ നീല കളറിൽ കാണുന്ന ലോലിനോ. എന്നിട്ട് ആടുന്ന് ഇറങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് പെട്ടെന്ന് എനിക്ക് ഒരു ഐറ്റത്തിനെ പറ്റി ഓർമ്മ വന്നത്. അപ്പോൾ ആടനെ ഞാൻ ആടുന്ന് വണ്ടി യൂ ടേൺ എടുത്തിട്ട്
നേരെ അങ്ങോട്ട് പോയി. ദാ ഇതാണ് ഞാൻ കഴിക്കാൻ വേണ്ടി തിരിച്ചു വന്ന ആ ഐറ്റം. നോമ്പിൻ്റെ സമയത്ത് മാത്രം ഇവിടുന്ന് ഏകദേശം 2000, 2500, 3000, 3500 വരെ ചെരണ്ടേസ് വിക്കും. വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അത്രയും ഡിമാൻഡാണ് ഇവിടുത്തെ ഈ ചെരണ്ടി ഐസിന്. അപ്പോൾ ഇത്രയും ഡിമാൻഡുള്ളൊരു സാധനം ഇതിൻ്റെ അടുത്ത് വരെ വന്നിട്ട് എങ്ങനെയാണ് കുടിക്കാണ്ട് പോവുക അല്ലേ? അങ്ങനെ ഞാനും വാങ്ങി ഒരു ചെരണ്ടി ഐസ്. 2 ഫ്ലേവേഴ്സിലുള്ള ഐസ്ക്രീം സ്കൂപ്പെല്ലാം കണ്ടിനെ എടുത്ത ചെരണ്ടി ഐസിൻ്റെ മേലെ. പിന്നെ തിരക്കിനിടക്ക് എനിക്ക് മറ്റേത് വേണ്ട ഇത് മതി എന്നൊന്നും പറയാൻ പറ്റിയില്ല. കിട്ടിയത് എടുത്തിട്ട് വന്ന്. എനിക്ക് കിട്ടിയത് ബട്ടർ സ്കോച്ചാണ്. എന്നിട്ട് അതെടുത്തിട്ട് അപ്പുറത്തെ സൈഡിൽ പോയി ഇരുന്നിട്ട് നല്ലോണം കുത്തി ഇളക്കിയിട്ട് ഇങ്ങനെ കോരി എടുത്തിട്ട് കഴിച്ചേ. അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ചെരണ്ടി ഐസ് നല്ല ടേസ്റ്റ് ഉണ്ടാവേണ്ടിക്കില്ലേ, അത് കഴിക്കുന്ന ഞമ്മളും കൂടെ ഒന്ന് വിചാരിക്കണം കേട്ടോ. നല്ലോണം കുത്തി ഇളക്കിയിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് വേണേ കഴിക്കാൻ. അപ്പം അങ്ങനെ ചെരണ്ടി ഐസ് കഴിച്ചതിന് ശേഷം വേറെ എന്നാ അസ്ലമൊക്കെ ഇവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ മൂപ്പര് പറഞ്ഞ് നമ്മൾ അവിൽ മിൽക്ക് ഭയങ്കര സ്പെഷ്യലാണെന്ന്. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഒരു അവിൽ മിൽക്ക് എടുത്തു തരുമെന്ന്. അതിനെന്നാന്ന് പറഞ്ഞു മൂപ്പര്. അങ്ങനെ ഒരു അവിൽ മിൽക്കും പറഞ്ഞു. ഇതിൽ പുരിയവിൽ നല്ലോണം ഞമുണ്ടിയ നല്ല പശ പോലെ ആക്കിയ മൈസൂർ പഴവും തണുത്ത പാലും കടലക്കേൻ്റെ എല്ലാം കൂടെ 2 സ്കൂപ്പ് ഐസ്ക്രീമും വരുന്നുണ്ട്. നമുക്ക് സെലക്ട് ചെയ്യാം ഐസ്ക്രീം ഏതെല്ലാം വേണമെന്ന്. ഞാൻ എടുത്തത് വെനീലയും പിന്നെ ബട്ടർ സ്കോച്ചും. അതാപോലും നല്ല കോമ്പിനേഷൻ എന്നാണ് ചങ്ങായി പറഞ്ഞത്. അതുകൊണ്ടാണ് എടുത്തത്. എന്നിട്ട് അതിൻ്റെ മേലെ പിന്നെ കോൺഫ്ലേക്സും മറ്റേ ഉളിയുന്ന പോലത്തെ മറ്റേ മുട്ട് പോലത്തെ സാധനമില്ല അതും കടലയ്ക്കും ചോക്ലേറ്റ് സിറപ്പും പിന്നെ മിൽക്ക് മെയ്ഡെല്ലാം ആക്കിയിട്ട് ഒരു ഗ്ലാസ്സിൽ ഇങ്ങോട്ട് തരുവേ. 70 റുപ്യാണ് ഈ അവിൽ മിൽക്കിൻ്റെ റേറ്റ്. ചെരണ്ടി ഐസിന് 60 റുപ്യ. ഇനി ഇതിതാ ഇങ്ങനെ മേലേനെ താഴെ വരെ നല്ലോണം കുത്തി ഇളക്കിയിട്ട് മിക്സ് ചെയ്യണേ. എന്നിട്ട് ഇതിങ്ങനെ കോരി എടുത്ത് കഴിക്കണം കേട്ടോ. ഒരു രക്ഷയുണ്ടായില്ല കേട്ടോ അവിൽ മിൽക്ക്. അങ്ങനെ മധുരം കഴിച്ചിട്ട് നല്ലോണം മത്തായിരവും ഞാൻ ലേശം എരിവുള്ളത് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് ഒരു നീളത്തിലുള്ള കക്കിരിയും ഇവിടുത്തെ സ്പെഷ്യൽ കച്ചും കഴിച്ച്. കച്ച് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമ്മളെ കണ്ണൂർ കച്ചിൻ്റെ അത്ര വന്നിട്ടില്ലേ. വല്ലാത്തൊരു കുത്തലുണ്ടായിരുന്നു. അങ്ങനെ നെഞ്ഞു പോകുന്ന പോലത്തെ ഒരു കുത്തലില്ലേ. പിന്നെ കൈതച്ചക്കേൻ്റെ കൂടി ആ കച്ച് കഴിച്ചിന്. എന്നിട്ട് ആ നെഞ്ചരിച്ചിലൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു ഗ്ലാസ് നല്ല തണുത്ത ലൈം സോഡയും കുടിച്ച്. അന്നേരം ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. ആ കാണുന്നതാണ് അസ്ലമൊക്കെ ഈ കടേൻ്റെ ഓൾ ഇൻ ഓൾ. നോക്കിയാട്ടെ നിങ്ങൾ, ഒരു ചെരണ്ടി ഐസ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്ക് ഇവിടെ കാണുന്നത്. പിന്നെ എത്ര തിരക്കുണ്ടെങ്കിലും അടിപൊളി സർവീസാണ് കേട്ടോ മൂപ്പരെ, അതെടുത്ത് പറയണം. അപ്പോൾ ഈ സ്പോട്ട് തളിപ്പറമ്പ് സയ്യിദ് നഗർ ഗ്രൗണ്ടിൻ്റെ അടുത്തുള്ള അസ്ലമിൻ്റെ കടയാണ്. തളിപ്പറമ്പ് ആ ഒരു ചുറ്റുവട്ടത്ത് ഞാൻ ഈ കട പരിചയപ്പെടുത്തേണ്ട ആവശ്യമേ ഇല്ല, എല്ലാവർക്കും അറിയാം. ഞാൻ അവിൽ മിൽക്ക് എവിടെ കിട്ടുമോ അല്ലെങ്കിൽ ചെരണ്ടി ഐസ് എവിടെ കിട്ടുമോ എന്ന് കുറേ പിള്ളേരോട് ചോദിച്ചാലും പിള്ളേർ എന്നോട് ഇങ്ങോട്ട് ചോദിക്കും ഇതേ അസ്ലമിൻ്റെ കടയാണെന്ന്. അന്നേരം എനിക്ക് ആ പേര് അറിയില്ല, എനിക്ക് ഈ ഐറ്റേ അറിയൂ. മൂപ്പരെ എനിക്ക് വലിയ പരിചയമില്ല. അപ്പോൾ അങ്ങനെ അത്രയും ഫേമസ് ആണ് മൂപ്പര് ആ ഭാഗത്തെ. അങ്ങനെ ആടുന്ന് അതെല്ലാം കഴിച്ച് മെല്ലെ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മളെ കണ്ണൂർ കാൾടെക്സിൽ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്നതിൻ്റെ റൈറ്റ് സൈഡിലൊരു 24 ഹവേഴ്സ് എന്ന് പറഞ്ഞൊരു തട്ടുകടയുണ്ട്. ആടുന്ന് നല്ല കല്ലുമ്മക്കായോ ഉള്ളിവടയോ പിന്നെ മുട്ടേൻ്റെ ഈ ഒരു ഐറ്റം കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് രാത്രി എമ്പുരാൻ്റെ ടിക്കറ്റുമായിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി. തേടുന്നു നോറ്റുന്നു കാക്കുന്നു വാഴ്ത്തുന്നു താരാദീപന്മാർ